ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്നൊരു പുതിയൊരു വിഷയമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ സർവകൃപാലുവായിരിക്കുന്ന ദൈവം എന്നെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഏറ്റവും ആനന്ദകരമായ രീതിയിൽ സംഗീതം ആസ്വദിക്കുന്നവരാണ്. സംഗീതം ആസ്വദിക്കാത്തവർ ആരും തന്നെ ഇല്ല. എല്ലാവരും അത് ആസ്വദിക്കുന്നവരാണ്. വിവിധ സംഗീതങ്ങളുണ്ട്. ഓരോ രാജ്യങ്ങളും അത് സംഗീതത്തെ ആസ്വദിക്കുന്നവരാണ്. ഏത് രാജ്യത്തിൽ പോയാലും ആ രാജ്യത്തിലുള്ളതായ സംഗീതം നമ്മൾക്ക് ആസ്വദിക്കുവാൻ കഴിയും. അതിന് സംഗീതത്തിന് ഭാഷയില്ല. അങ്ങനെയെങ്കിൽ സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് മുഖവുരയായി മാത്രം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കാലഘട്ടത്തിൽ സംഗീതം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗാനം ആലപിക്കുമ്പോൾ അതിന് ശ്രുതിപ്പെട്ടി ഉണ്ടായിരുന്നു. ശ്രുതിപ്പെട്ടി എന്ന് പറയും. ഈ ശ്രുതിപ്പെട്ടിയുമായിട്ടാണ് സംഗീതം അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ കർണാടക സംഗീതത്തിലൊക്കെയും അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഈ ശ്രുതി അല്ലെങ്കിൽ ഈ ശ്രുതിപ്പെട്ടി എന്ന് പറയുന്നത് ആ സംഗീതത്തെ നല്ല മെച്ചമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശ്രുതി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നല്ല ശ്രവണ മാധുര്യമേ ഉള്ളതായ ഒരു ഗാനം ആലപിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു പ്രത്യേക ഉപകരണമാണല്ലോ ഈ ശ്രുതിപ്പെട്ടി എന്ന് പറയുന്നത്. എന്നാൽ വേദപുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. അപ്പോൾ അവിടെ ശ്രുതിയായി എന്നുള്ള വാക്ക് അതൊരു കേൾവിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ ആ നേരത്തെ സംഗീതത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ ഈ സംഗീതമായി ബന്ധപ്പെട്ട് നമ്മളൊരു സാമൂഹിക ഗാനം ആലപിക്കുമ്പോൾ തന്നെ അതിന് ഒരുമയോട് പാടിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരേ സ്വരത്തിൽ പാടിയെങ്കിൽ മാത്രമേ ആ ഗാനത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേക അനുഭൂതിയിലൂടെ നമുക്കത് ആസ്വദിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ സംഗീതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ശ്രുതി എന്ന് പറയുന്നത്. അതിനകത്ത് ശ്രുതി, താളം, ലയം ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന കാര്യമാണ്. ശുദ്ധ സംഗീതത്തിന് ഇതെല്ലാം ആവശ്യമായ കാര്യമാണ്. എന്ന് പറയുന്നത് പോലെ കർത്താവ് വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ കുറിച്ച് ഇമ്പകരമായ ഒരു ശബ്ദം പുറത്തു വന്നു എന്നുള്ളതാണ്. കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതെല്ലാം ഒരു ശ്രുതിമധുരമായ രീതിയിലാണ്. ഇവിടെ കർത്താവ് ആ വീട്ടിലുണ്ട് എന്ന് പറയുന്നത് ഒരു കേൾവിയായി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ അറിവ് ലഭിച്ചപ്പോൾ തന്നെ അവിടെ ധാരാളം ആളുകൾ ആ വാതിൽക്കൽ തന്നെ തടിച്ചുകൂടിയതായിട്ട് കാണുവാൻ കഴിയുന്നു. യേശുക്രിസ്തു എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ധാരാളം പുരുഷാരങ്ങളായിട്ട് ധാരാളം ആളുകൾ അവിടെ വന്നുകൂടുമായിരുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് യേശുക്രിസ്തു ആ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ കർത്താവ് എന്തെങ്കിലും അത്ഭുതം ചെയ്യും. യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശിക്കുന്നത് തന്നെ പുതിയ പുതിയ അത്ഭുതങ്ങളൊക്കെ കർത്താവ് നേരത്തെ ചെയ്യുന്നു, ഇപ്പോഴും ചെയ്യും എന്നുള്ളതായ അനുഭവത്തിലൂടെയാണ് അവരവിടെ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് വേദപുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ ഈ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പക്ഷപാതക്കാരനായ ഒരു സ്ട്രോക്ക് വന്നതായ ഒരു വ്യക്തിയെ ആളുകളുടേതായ ബാഹുല്യം നിമിത്തം മുകളിൽ അവര് തട്ട് പൊളിച്ചിട്ട് താഴോട്ട് ഇറക്കി ആ രോഗിയെ കൊണ്ടുവരും നമ്മൾ കാണുവാൻ കഴിയുന്നു. ഇവിടെ യേശുക്രിസ്തു തൻ്റെ മകനോട് അല്ലെങ്കിൽ ഈ വ്യക്തിയോട് അല്ലെങ്കിൽ ഈ പുരുഷാരത്തിന്റെ വലിയ ബഹളമുള്ളപ്പോൾ തന്നെ ആ മനുഷ്യനെ കൊണ്ടുവന്ന് ആ മനുഷ്യനോട് പറയുന്ന ഒരു വാക്യമുണ്ട്. വാക്യം ഇങ്ങനെയാണ്: നിന്റെ പാപം ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാനിടയായി തീർന്നു. പാപ വിമോചനം. ഒരുപക്ഷെ ജനങ്ങൾ തടിച്ചുകൂടിയത് അവരാഗ്രഹിച്ചതായ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഈ പക്ഷപാതക്കാരന് രോഗസൗഖ്യം ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഒരുപക്ഷെ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, അവരുടെ വിശ്വാസം കണ്ടിട്ട് തന്നെയാണ് കർത്താവ് അവരോട് പറഞ്ഞത്, നിന്റെ പാപം മോചനം ഞാൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനിടയായി തീർന്നത്. കർത്താവ് അവരുടെ വിശ്വാസം കണ്ടിട്ട് പറഞ്ഞപ്പോൾ അവർക്ക് അവരുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞത് ഇങ്ങനെയുള്ള പാപ വിമോചനം ഇളച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ പാപ വിമോചനം കൊടുക്കുവാൻ ഇവൻ ആര്? ഇവൻ ദൈവത്തിന്റെ പുത്രനാണോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയും.
അങ്ങനെയെങ്കിൽ കർത്താവ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയട്ടെ. ഒന്ന്, പാപ വിമോചനം, രണ്ട് രോഗസൗഖ്യം. ഇത് രണ്ടും കർത്താവ് ചെയ്യുകയാണ്, ഈ പക്ഷപാതക്കാരനിലൂടെ ചെയ്യുകയാണ്. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ മാധ്യമത്തിലൂടെ എന്നെ ശ്രവിക്കുന്നവരെ, ഇന്നിന്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്, ഏറ്റവും അനിവാര്യമായിരിക്കുന്നതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രോഗസൗഖ്യത്തെക്കാൾ ഉപരി പാപ വിമോചനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഒരുപക്ഷെ നടക്കുവാൻ കഴിയാതെ ബെഡിൽ തന്നെ തുടരുന്ന ഒരു വ്യക്തിയെ, സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതായ ആദ്യത്തെ ഒരു കാര്യമാണ് പാപ വിമോചനം. അവന്റെ ആത്മാവിന് പാപ വിമോചനം ആവശ്യമായിരിക്കുന്നു. അത് തന്നെ കർത്താവ് കൊടുക്കുകയാണ്. രണ്ടാമത്, നാം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടൻ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. രണ്ട് സൗഖ്യം ഇവിടെ കൊടുക്കുകയാണ്. അനുഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് വളരെ ബൃഹത്തായ സൗഖ്യമാണ്. ഒന്ന് പാപ സൗഖ്യം, പാപത്തിൽ നിന്നുള്ളതായ വിടുതൽ. രണ്ട്, രോഗത്തിൽ നിന്നുള്ളതായ സൗഖ്യം. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ഒന്നാമത് ലഭിക്കുന്നത് പാപ വിമോചനം, രണ്ടാമത് ലഭിക്കുന്നത് രോഗസൗഖ്യം. ഒരുപക്ഷെ പാപത്തിൽ നിന്ന് ഈ വിടുതൽ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, രോഗസൗഖ്യം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നീ നിത്യതയിലേക്ക് പോവുകയില്ല. എന്നാൽ പാപസൗഖ്യം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നീ സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയും. മാത്രമാണ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ തന്നെ തുടർന്നുകൊണ്ട് നിത്യ നരകത്തിലേക്കും പോകുവാനായിട്ട് കഴിയും. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ഇത് രണ്ടും നടക്കുകയാണ്, പാപ വിമോചനം, രോഗസൗഖ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു സത്യം, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയതായ സൗഖ്യം എന്ന് പറയുന്നത് പാപ വിമോചനം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് പാപത്തെ വിമോചിപ്പിക്കുവാനാണ്, സാത്താന്റെ തന്ത്രങ്ങൾക്ക് വിരാമമിടാനാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പാപ വിമോചനം ഉണ്ടാകും. യേശുക്രിസ്തു വലിയ അത്ഭുതത്തിന്റെ വലിയ ദൈവമാണ്, സർവശക്തനാം ദൈവമാണ്. ആ കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്തു തന്നെയായിരുന്നാലും, നിന്റെ പാപം ഏതു തന്നെയായിരുന്നാലും കർത്താവ് അത് വിമോചിപ്പിച്ച് നൽകുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, രോഗസൗഖ്യം നൽകുവാനും ഇടയായിത്തീരും. രോഗസൗഖ്യം നമ്മുടെ വിശ്വാസിയുടെ ഒരു അവകാശമാണ്. അത് നമ്മൾ പ്രാപിക്കുക തന്നെ വേണം. പ്രിയമുള്ളവരെ, എന്നെ ശ്രമിച്ച എല്ലാവരുമേ ഓർക്കുക, യേശുക്രിസ്തു ചെയ്തത് പാപ വിമോചനം, രണ്ടാമത് രോഗസൗഖ്യം. നാം കർത്താവിനെ ഇതുവരെയും അറിയാതെ കർത്താവിനെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് നമ്മളെ തന്നെ ഒന്ന് പുനർപരിശോധിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. ആ പുനർപരിശോധിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുവാൻ വലിയവനായ ദൈവം ഈ സന്ദേശത്തിലൂടെ ദൈവം ഇടവരുത്തട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.